കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയുടെ പ്ലാൻ അനുസരിച്ച് സുഭാഷിനെയും സുനന്ദയും ഒന്നിപ്പിക്കാൻ നോക്കിയെങ്കിലും സുനന്ദ വീട് വിട്ട് ഇറങ്ങി പോകുന്നതെല്ലാം തന്നെ ലളിത കാണും. അങ്ങനെ ലളിത കയ്യോട് പിടിയോടുകൂടി തന്നെ സുനന്ദയുടെയും സുഭാഷിന്റെയും കല്യാണം അവിടെ വെച്ചങ്ങ് മുടങ്ങി പോവാണ്. കൃത്യസമയത്ത് സുനന്ദയ്ക്ക് അങ്ങോട്ടേക്ക് എത്താനൊന്നും പറ്റിയില്ല. നിധിക്ക് അന്നേരം ഭയങ്കര വിഷമമായി. താനാണ് എല്ലാവരെയും കൂടി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. താൻ വാക്ക് കൊടുത്തതിൻ്റെ പേരിലാണ് സുഭാഷേട്ടൻ ഒരുങ്ങിക്കെട്ടി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. പാവം, താൻ സുഭാഷേട്ടനെ ചതിച്ചു എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിലുണ്ടായിരുന്നു. നിധി അവിടെ നിന്നിങ്ങനെ കരയാണ്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? നീ കരയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിച്ചു. ആ സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, സാരമില്ല, വിഷമിക്കേണ്ട, സുനന്ദയുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് നിധി അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിധിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് പൂജാരി ഒടുവിൽ താലിമാലയും കൂടി കൊണ്ടുവന്ന് സുഭാഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. മുഹൂർത്തം തെറ്റിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഭാഷേട്ടന് ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. നിധി പറഞ്ഞപ്പോൾ തന്നെ സുഭാഷ് അതുകൊണ്ടാണ് എതിർത്തത്. കാരണം സുനന്ദയുടെ വീട്ടുകാർ ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല. ഒരിക്കലും ഇതിന് സുനന്ദ ഇനിയിപ്പോൾ പോന്നാൽ പോലും എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ അവിടെ പിടിച്ചു നിർത്തണമെന്നും അറിയാം. സുനന്ദക്ക് വേറൊരു ഓപ്ഷനും തന്നെ ഇല്ല. സുനന്ദ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇറങ്ങിപ്പോരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ആ സമയത്തായിരുന്നു ലളിതയുടെ ആത്മഹത്യാ ഭീഷണി. അങ്ങനെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞതോടുകൂടി തന്നെ സുനന്ദക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? താൻ ഇറങ്ങിപ്പോയതിനു ശേഷം തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതകാലം മുഴുവൻ താൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും. താൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കരുത് എന്നൊരു ചിന്തയായിരുന്നു സുനന്ദയുടെ മനസ്സിലപ്പോൾ. പക്ഷേ ഇതൊന്നും നിധിയോ സുഭാഷോ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സുധീഷിനോട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറയാണ് അവർ. അങ്ങനെ എല്ലാവരും കൂടി വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങി പോവാണ്. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ സുഭാഷ് നേരെ ജോലിക്ക് പോയി. വീട്ടിൽ ചുമ്മാതിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നീട് അങ്ങനെ വൈകുന്നേരമായപ്പോൾ സുഭാഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആ സമയത്തിന് ഭയങ്കര സങ്കടമായിരുന്നു നിധിക്ക് സുഭാഷിനെ കാണുമ്പോൾ. നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്, സുഭാഷേട്ടാ, ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്ത് സംഭവിച്ചത്? അല്ല, ആ വിവാഹം മുടങ്ങിയത് എന്ന് നിധി പറയുന്ന സമയത്തിന്, ഷോ, നീ അത് ഇതുവരെയായിട്ടും വിട്ടില്ലേ? ഞാൻ അതിനെക്കുറിച്ചൊക്കെ മറന്നു കഴിഞ്ഞു നിധി. എനിക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന്. പിന്നെ നീ എന്തിനാ മോളെ അതൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിക്കാണ് സുഭാഷ്. എന്നാലും അത് പിന്നെ ഞാൻ കാരണം. അന്നേരം സുധീഷ് പറഞ്ഞു, പകൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ സമയം ഇവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല, ഉച്ചയ്ക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചോ എന്ന് ചോദിക്കാണ് സുഭാഷ്. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, പുറത്തു നിന്നും ആഹാരമെല്ലാം വാങ്ങിച്ച് കഴിച്ചിരുന്നു എന്ന്. ആ സമയത്തിന് നിധി സങ്കടപ്പെട്ട് കരയാണ്. നിധി കരച്ചിൽ നിർത്തുന്നില്ല. സുഭാഷ് പറയുന്നുണ്ട്, ഇത്ര മാത്രം കരയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാവുന്ന കാര്യമില്ലേ അത്? നീ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊക്കെ. പക്ഷേ എങ്കിൽ സുനന്ദക്ക് വരാൻ പറ്റിയില്ല. ചിലപ്പോൾ അവൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് കാണുമെന്ന് പറയും. എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതെങ്ങനെ നടക്കുകയുള്ളൂ. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് സുഭാഷ്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, സുനന്ദ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവൾ വാക്കുമാറില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കാലിൽ വീണിങ്ങനെ മാപ്പ് ചോദിക്കാൻ തുടങ്ങുകയാണ് നിധി. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ നീ ഈ കാണിക്കുന്നത്? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നീ എൻ്റെ അനിയത്തി കുട്ടിയല്ലേ എന്ന് ചോദിക്കും. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ എനിക്ക് ഇഷ്ടമാണ് മോളെ. കാരണം നീ എൻ്റെ നന്മയെ കരുതിയിട്ടാണ് ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. പക്ഷേ അതൊന്നും സാരമില്ല, എനിക്ക് യോഗമില്ല എന്ന് ഞാൻ അങ്ങ് കൂട്ടിക്കൊള്ളാമെന്നൊക്കെ പറയാണ് സുഭാഷ്. നീ ഏതായാലും അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാമല്ലോ എൻ്റെ കാര്യം, എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വയം ആശ്വസിക്കാൻ. പിന്നീട് അങ്ങനെ സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷ്, നീ ഒരു കാര്യം ചെയ്യ്, നിധിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വാ. കാരണം ഈ വീട്ടിനുള്ളിൽ തന്നെ നിന്നിട്ട് നിധിക്ക് സങ്കടം കൂടത്തേ ഉള്ളൂ. സുഭാഷിനെ കാണുമ്പോൾ അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ട് തന്നെ സുധീഷ് നേരെ പുറത്തേക്ക് പോവാണ്. അന്നേരം നികേഷ് പറയുന്നുണ്ട്, പാവം നിധിയെടുത്തി ഒത്തിരിയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സുഭാഷേട്ടൻ്റെയും സുനന്ദയുടെയും വിവാഹം. സാരമില്ലടാ, അത് പോട്ടെ എന്ന് പറയും. അപ്പോഴേക്കും ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒത്തിരിയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സുഭാഷേട്ടന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞങ്ങളും ഒരു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടടാ, എൻ്റെ കാര്യമൊക്കെ എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെയാണ്. സുധീഷ് നിധിയോട് പറഞ്ഞിട്ടുണ്ട്, അതെ, വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുന്നും വേണ്ട, സുഭാഷേട്ടന് വിഷമമൊന്നുമില്ല എന്ന് പറയും. എന്നാലും ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സുഭാഷേട്ടനും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് തോന്നി. ഞാനും അത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് സുനന്ദ അങ്ങോട്ടേക്ക് കൃത്യസമയത്ത് വരുമെന്നാണ്. സുനന്ദ എനിക്ക് വാക്ക് തന്നതാണ്. വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിധി വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വരുമായിരിക്കുമെന്ന് കരുതി.
അല്ലേലും സുനന്ദയുടെ കാര്യം ഇത്രയുള്ളൂ എന്ന് പറയും. പക്ഷേ നഷ്ടം സംഭവിച്ചത് ഇവിടെ എനിക്കാണെന്ന് പറയും. അത് കേട്ട ഉടനെ തന്നെ നിധിക്ക് ആകെ ഒരു ഷോക്കായിരിക്കും. നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷിന് എന്ത് പറ്റി? ആ താലിയും കാര്യങ്ങളൊക്കെ ഞാനാണ് കൃത്യസമയത്ത് ഓടിപ്പോയി വാങ്ങിച്ചത്. നല്ല വിലയില്ലേ ഇപ്പോൾ സ്വർണത്തിന്? സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് താലിമാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് നെട്ടോട്ടം ഓടി. എൻ്റെ കയ്യിൽ പെട്ടെന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. 6000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. 10000 രൂപയായി താലിമാല വാങ്ങിച്ചപ്പോഴെന്നൊക്കെ പറയാണ്. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. ബിസിനസ് ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ അറിയാലോ. എപ്പോഴും ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായി എന്ന് വരില്ല. കൃത്യസമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ എടുക്കാനും കാണില്ല. അന്നേരം പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ പൈസക്കായിട്ട് ഓടേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയാണ് സുധീഷ്. ഇത് കേട്ട ഉടനെ തന്നെ നിധി പറഞ്ഞു, അല്ല ഞാൻ കാരണല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്, സാരമില്ല എന്ന് പറയും. ഇനിയിപ്പോൾ ആ താലി എടുത്ത് സൂക്ഷിച്ചു വെച്ച സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് താലി വാങ്ങണ്ടല്ലോ എന്ന് പറയാണ് നിധി. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആ അത് ശരിയാ. നിധി പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടതാണ് സുഭാഷേട്ടൻ, ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമുക്ക് വേണ്ടിയിട്ട് വീട്ടിലൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെ നടത്തിയിട്ട് കുറേയധികം പൈസയൊക്കെ ചിലവാക്കിയതല്ലേ. സുധീഷ് പറയുന്നത്, ആ അതും ശരിയാ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. നമ്മുടേതൊരു ശരിക്കുമുള്ള കല്യാണമൊന്നും ആയിരുന്നില്ലല്ലോ. വെറുതെ നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിക്കും. സുഭാഷേട്ടനുള്ള താലി ഇനി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുഭാഷേട്ടന് ഉപകാരപ്പെടും. പക്ഷേ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയോ എന്ന് ചോദിക്കാണ് സുധീഷ്. നിധി അതിന് മറുപടിയൊന്നും തന്നെ പറയുന്നില്ല. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, എന്താ നിധി, നീ എന്താ മറുപടിയൊന്നും പറയാത്തത് എന്ന് ചോദിക്കും. ആ സമയത്തിൻ്റെ നിധി പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ സുധീഷേ, സുഭാഷേട്ടൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. ഒരു പക്ഷേ സുഭാഷേട്ടനെയും സുനന്ദയുടെയും വിവാഹം നടക്കുകയായിരുന്നുവെങ്കിൽ എനിക്ക് സമാധാനമായനെ, എനിക്ക് ഈ വീട് വിട്ടു പോവാമായിരുന്നു എന്ന് പറയും. വീട് വിട്ടു പോവാനോ? അതെ, ഞാൻ അതിനു മുൻപ് പോയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ഈ വീട്ടിൽ പെൺകുട്ടികൾ വാഴില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ വാഴില്ല എന്നല്ലേ പറയുന്നത്. ഒരു പക്ഷേ സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെയും വിവാഹം നടന്നു കഴിഞ്ഞാൽ സുനന്ദ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും പറയില്ലല്ലോ. സുഭാഷേട്ടൻ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഈ വീട് വിട്ടു പോകുമെന്നിങ്ങനെ നിധി പറയുന്ന സമയത്തന്നെ സുധീഷിന് ദേഷ്യം വരികയാണ്. ഓഹോ, അപ്പോൾ നീ വീട് വിട്ടു പോവാനായിട്ടാണോ തീരുമാനിച്ചത്? അതിന് വേണ്ടിയിട്ടാണോ നീ സുഭാഷേട്ടൻ്റെ കല്യാണം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അതല്ല, സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാൻ നിൽക്കുമല്ലേ. പാവം സുഭാഷേട്ടനെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. സുഭാഷേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതു മുതൽ കാണുന്നതല്ലേ സുഭാഷേട്ടൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. ഓഹോ, അപ്പോൾ നിങ്ങൾ ചേട്ടനും അനിയത്തിയും ഒന്നായല്ലേ എന്ന് ചോദിക്കാണ് സുധീഷ്. അല്ല, നമുക്കിവിടെ ഒരു വിലയുമില്ലേ എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, ആര് പറഞ്ഞു? അല്ല, എപ്പോൾ നോക്കിയാലും സുഭാഷേട്ടനെ കുറിച്ച് മാത്രം പറയാനല്ലേ സമയമുള്ളൂ. സുഭാഷേട്ടൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ബാക്കിയുള്ളവരാരും ഇവിടെ കഷ്ടപ്പെടില്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അന്നേരം സുഭാഷേട്ടൻ്റെ കല്യാണം നടന്നിട്ട് ഈ വീട് വിട്ടു പോവാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് പറയും നിധി. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയും. അന്നേരം നിധി പറയുന്നത്, അങ്ങനെയൊന്നും പറയില്ല സുധീഷേ. ഏയ് ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കാമെന്നും പറഞ്ഞു കൊടുത്തിനെ. സുധീഷ് സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് കയറി പോവാണേ. സുധീഷിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നിധിക്കും വല്ലാത്ത സങ്കടം തോന്നി. കാരണം സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിപ്പോൾ എല്ലാവരെയും വേദനിപ്പിച്ചല്ലോ എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം സുഭാഷ് രാവിലെ അടുക്കള ജോലികളൊക്കെ തീർത്ത് ജോലിക്ക് പോവാൻ തുടങ്ങുകയാണ്. ആ സമയത്തിന് നികേഷും ഹരീഷൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം സുഭാഷ് വന്ന് പറയുന്നുണ്ട്, അതെ, എനിക്കിന്ന് കുറച്ച് നേരത്തെ തന്നെ ജോലിക്ക് പോകണം. കുറച്ച് കൂടുതൽ ജോലിയുണ്ട്. പിന്നെ അടുക്കളയിൽ ആഹാരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അയ്യോ അത് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, നിനക്കിഷ്ടപ്പെട്ട കോളിഫ്ലവർ ഫ്രൈയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഹൗ, രക്ഷപ്പെട്ടു. ഇത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കോഫി പോലും കിട്ടിയിട്ടില്ല എന്ന് പറയും. അയ്യോ, ഞാനത് മറന്നുപോയി മോനെ, ഇപ്പം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണ് സുഭാഷ്. ഇതെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടോ നിധി വരുന്നത്. നിധി വന്ന് ചോദിക്കുന്നൊരു സാമാന്യ ബോധം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്കുണ്ടോ? സുഭാഷേട്ടന് നേരത്തെ പോകണമെന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? പിന്നെ ഇത്രയും അധികം ജോലികൾ ചെയ്തു വെച്ചിട്ടും സുഭാഷേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പോഴും കോഫി എടുത്തു തരണമെന്ന് ചോദിക്കാണോ? അത് പിന്നെ ദേ മിണ്ടിപ്പോവരുത്, അല്ലെങ്കിൽ തന്നെ സുഭാഷേട്ടൻ നല്ല ടെൻഷനാണ് ഇന്നലത്തെ ആ ഒരു പ്രശ്നം കൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എല്ലാ ജോലികളും സുഭാഷേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാതെ ഒരു ചായ ഇട്ട് കുടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് നിധി. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കറിയത്തില്ല എന്നായിരിക്കും. മിണ്ടിപ്പോവരുത്. അല്ല, ഞാൻ ചായയല്ലേ ചോദിച്ചത്, അല്ലാതെ കാപ്പിയല്ലല്ലോ ചോദിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ എടുത്തു തരാനായിട്ട് എന്നൊക്കെ പറയും.
ഇനി അതും കൂടി എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ വായിൽ നിന്നും വല്ലതും കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് നിധി ദേഷ്യപ്പെട്ടു. അന്നേരം സുഭാഷ് ആണെങ്കിൽ സുധീഷിനുള്ള ചായയുമായിട്ട് വരികയാണ്. അങ്ങനെ സുധീഷിന് ചായ കൊടുക്കുന്നു. അപ്പോഴേക്കും സുഭാഷ് സുധീഷിനുള്ള ചായയുമായിട്ട് വന്നിട്ട് നേരെ സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. ചായ കൊടുക്കുന്ന സമയത്ത് തന്നെ സുഭാഷിന്റെ ഫോണ് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആ ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് സുഭാഷ് വന്ന് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ അതെൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്, ഇന്ന് അവനൊരു ഓട്ടം പോവാനുണ്ടെന്ന് പറയും. എന്ത് ഓട്ടോ എന്ന് സുധീഷ് ചോദിക്കുന്ന സമയത്ത് തന്നെ അത് തന്നെ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഒന്നുകിൽ നിനക്ക് പരിചയമുള്ള ആരുടെങ്കിലും വണ്ടി ഒന്ന് പറഞ്ഞു വിട്ടു കൊടുക്ക്, അല്ലെങ്കിൽ നീ തന്നെ ചെല്ലുമോ എന്ന് ചോദിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഓട്ടമുണ്ട്, എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ എന്ന് പറയും. അന്നേരം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരും. ഭാസ്കരൻ വന്ന് കയറിയിട്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണ്. അടുക്കളയിൽ പോയി പാത്രങ്ങളെല്ലാം പൊക്കി നോക്കുന്നുണ്ട്. ആ സമയം സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താച്ചാ? അല്ല എന്താടാ ഇവിടെ രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. എന്തേലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് പാത്രത്തിലേക്ക് എടുത്തു വന്നിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വരികയാണ്. അവിടെ ഭക്ഷണമെല്ലാം വിളമ്പിക്കൊണ്ട് വന്നിട്ട് താഴെ ഹാളിലിങ്ങനെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് തന്നെ നിധി അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം സുഭാഷ് വീണ്ടും സുധീഷിനോട് പറയാണ്, എടാ സുധീഷേ, നീ ഒന്നും പറഞ്ഞില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര രൂപയാവും? അവൻ പൈസയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറയണമെന്ന് പറയും. ഒരു 4000 രൂപയാവുമെന്ന് പറയാണ്. എന്ത് 4000? അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. അതിപ്പോൾ എങ്ങനെ കൂടുതലാണ്? സുഭാഷ് ഏട്ടൻ്റെ ഫ്രണ്ടാണെന്ന് കരുതിയിട്ട് എനിക്ക് കുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അന്ന് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ട ഫ്രണ്ടാണോ എന്ന് ചോദിക്കും. അത് തന്നെ, അവനാണ്, അവന് വേണ്ടിയിട്ടാണെന്ന് പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്ത് സുധീഷ്, കുറച്ച് പൈസ കുറക്കാൻ പറയും. അതെങ്ങനെയാ കുറക്കുന്നത്? കുറക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, സ്വന്തം വണ്ടിയല്ലേ, സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്തുന്ന ആളല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ കുറക്കില്ല എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാണ് സുധീഷിനോട്. സ്വന്തം വണ്ടിയാകുമ്പോൾ കുറച്ച് പൈസയൊക്കെ കുറക്കാം. അന്നേരം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്ത് സ്വന്തം വണ്ടിയോ? സുധീഷ് അന്നേരം ആകെ ഞെട്ടിപ്പോയി. സ്വന്തം കള്ളത്തരമെങ്ങാനും പുറത്തേക്ക് വരുമോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ സുധീഷിനാകെ ടെൻഷനാവും. അന്നേരം ഇതാ പറയുന്നത്, സ്വന്തം വണ്ടിയല്ലേ ഓടിക്കുന്നത്, ട്രാവൽ ഏജൻസി ഉണ്ട് താനും, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് പൈസയൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാമെന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ ഭാസ്കരൻ അങ്ങ് ചിരിക്കാണ്. ഇവന് സ്വന്തം വണ്ടി, നല്ല കഥയായി. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, ആഹാരം കഴിക്കാനാണെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറയും. ആ സമയത്തിന് ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ, ഇവന് സ്വന്തം വണ്ടിയൊന്നുമില്ല, ഇവൻ കടക്കാരുടെ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത് എന്ന് പറയും. എന്ത് കടക്കാരുടെ വണ്ടിയോ? അതെ, ഇവൻ വാടകയ്ക്ക് വണ്ടി എടുത്തിട്ട് ഓടിക്കുന്നതാണെന്ന് പറയും. ഇവനൊരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണെന്ന് പറയും. സ്വന്തമായിട്ട് വണ്ടിയും ചണ്ടിയും ഒന്നും തന്നെ ഇല്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ നിധി ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സത്യമാണ് സുധീഷേ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഓഹോ, അപ്പോൾ എന്നോട് ഇത്രയും കാലം കള്ളത്തരം പറയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞിങ്ങനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് സുധീഷ്. അത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം വന്നു. നിധി പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 മാസമായി, ഇതുവരെയായിട്ടും ഇതൊന്നും നിങ്ങൾക്ക് എന്നോട് പറയാനായിട്ട് സമയം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ സുധീഷ് ഏട്ടാ, അപ്പോൾ വലിയ വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ എല്ലാവരും കൂടി സുധീഷിനെ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, മതി മതി നിർത്ത്, ഇനി ഇതിൻ്റെ പേരിൽ ഏതായാലും ഒരു പ്രശ്നവും വഴക്കൊന്നും വേണ്ട എന്ന് പറയും. നിധി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി നടത്തുകയാണെന്ന്, കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴിതാ ഒന്നുമില്ല. നിധിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സുധീഷിന് വല്ലാത്ത സങ്കടമായി. സുധീഷ് പറയുന്നത്, നിധി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുകയെന്ന് പറയും. എന്ത് മനസ്സിലാക്കാനായിട്ടാണ്? അല്ല പിന്നെ ഈ കള്ളത്തരങ്ങളൊക്കെ നിന്നോട് പറഞ്ഞ് അന്ന് അവിടെ വന്നപ്പോഴല്ലേ? അതൊക്കെ പറഞ്ഞത് തമാശക്കാണ്. അത് നമ്മുടെ കല്യാണത്തിന് മുൻപായിരുന്നു. അതിനുശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വേണ്ട, നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട, എന്നോട് മിണ്ടാൻ പോലും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. ആ സമയത്തിൻ്റെ ഭാസ്കരൻ ഏതായാലും ഭക്ഷണം മുഴുവൻ അങ്ങ് കഴിച്ചതിന് ശേഷം ഒന്ന് ഏമ്പക്കം വിട്ടു. ഓ, ഇപ്പോഴാണ് വയറും മനസ്സും അങ്ങ് നിറഞ്ഞത് എന്ന് ഒരു അർത്ഥം വെച്ചതുപോലെ അങ്ങ് പറയാണ് ഭാസ്കരൻ. അച്ഛൻ്റെ ഒരു കാര്യം, അച്ഛൻ കാരണമാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കുറ്റപ്പെടുത്തും. ഭാസ്കരനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നങ്ങ് എഴുതി പോവാണ്. പിന്നീട് നിധിയുടെ അടുത്തേക്ക് സുധീഷ് വരുന്നുണ്ട്. സുധീഷ് വന്ന് പറയുന്നുണ്ട്, അതെ നീ എന്നോട് ക്ഷമിക്ക് നിധി. അല്ല, ഞാൻ അങ്ങനെയൊക്കെ എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ നിധി പറയുന്നുണ്ട്, വേണ്ട
നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, അതെനിക്ക് പറയാനുള്ള സന്ദർഭം കിട്ടാത്തത് കൊണ്ടാ നിധി എന്ന് പറയുന്ന സമയത്ത് തന്നെ, എന്ത് സന്ദർഭം കിട്ടാത്തത് കൊണ്ടോ? ഈ 3 മാസമായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇതിനിടയ്ക്ക് എത്രയോ സ്ഥലങ്ങളിൽ പോയി, എനിക്ക് ജോലി അന്വേഷിച്ചു പോയി, എന്നിട്ടൊന്നും സുധീഷിനൊരു സന്ദർഭം കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ കള്ളത്തരം പറഞ്ഞ് അത് അവിടെ വെച്ചല്ലേ, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു കള്ളത്തരം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. അന്നേരം നിധി പറയുന്നുണ്ട്, ആര് പറഞ്ഞു കള്ളത്തരം പറഞ്ഞില്ല എന്ന്? അന്ന് കോളേജിലേക്ക് പോകാൻ നോക്കുന്ന സമയത്തിന് ഇതെൻ്റെ വണ്ടിയാണ്, ഇതിൽ കയറി പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് സുധീഷ് തന്നെയല്ലേ എന്നെ ആ വണ്ടിയിൽ കയറ്റി വിട്ടത്? നാട്ടുകാരുടെ വണ്ടിയിലല്ലേ എന്നെ അന്ന് കയറ്റി വിട്ടത്? അപ്പോഴും എന്നോട് കള്ളത്തരമല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് നിധി ദേഷ്യപ്പെടും. അന്നേരം സുധീഷിൻ്റെ കള്ളത്തരം അങ്ങ് പുറത്തു വരികയാണ്. ഒടുവിൽ നിധി പറയുന്നുണ്ട്, ഇനി എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞ് മിന്നിക്കൊണ്ട് വന്നേക്കരുത്. ഇനി ഈ വീട്ടിൽ വേറെ ആരോട് മിണ്ടിയാലും നിങ്ങൾ മാത്രം എന്നോട് കൂട്ടുകൂടാൻ വരണ്ട എന്നൊക്കെ പറയും. ഇനി ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ നിങ്ങളെ കാണില്ല എന്നിങ്ങനെ കടുത്ത ഭാഷയിൽ അങ്ങ് പറയാട്ടോ നിധി. അന്നേരം സുധീഷിന് വല്ലാത്ത വിഷമമായി പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സുധീഷാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. സുധീഷിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നതോടുകൂടെ തന്നെ തകർന്നടിയുന്നത് നിധിയുടെ വിശ്വാസം മാത്രമല്ല, ആ വീടിൻ്റെ സമാധാനം കൂടിയായിരുന്നു. നിധി മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണ്. സുധീഷിനെ താൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ നോക്കുന്ന സമയത്തിന് ഒരു കളിപ്പാവയെ പോലെ തന്നെ പറ്റിക്കുമായിരുന്നു സുധീഷ് എന്ന തിരിച്ചറിവ് നിധിയെ വല്ലാതെ തളർത്തി കളഞ്ഞു. പുറത്ത് സുധീഷ് വാതിൽ മുട്ടി നിധിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും പ്രതികരിച്ചില്ല. നിധി പ്ലീസ് കഥക് തുറക്ക്, എനിക്കൊരവസരം കൂടി തരൂ, ഞാൻ എല്ലാം വിശദീകരിക്കാമെന്ന് സുധീഷ് ഇങ്ങനെ കേഴ്ന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും നിധി അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പാവം സുഭാഷിൻ്റെ നല്ല മനസ്സ് കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന നിധിക്ക് സുധീഷിൻ്റെ വാക്കുകൾ വെറും ഒരു പാഴ്വാക്കായി തോന്നി. ഭാസ്കരൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ ഭാവമില്ലായിരുന്നു. സുധീഷിനെ ഒന്നുകൂടി നാറ്റിക്കാനായി അയാൾ അയൽക്കാരോടും നാട്ടുകാരോടും സുധീഷ് വെറും വാടക വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് എന്നും നിധിയെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പരത്താൻ തുടങ്ങി. ഇത് സുഭാഷിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ അനിയൻ ഒരു കള്ളനാണെന്നും നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ ആ വലിയ മനസ്സിനാകുമായിരുന്നില്ല. അന്ന് രാത്രി സുഭാഷ് സുധീഷിനെ വിളിച്ച് സംസാരിച്ചു. എടാ, നീ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത്? അധ്വാനിച്ച് ജീവിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണോ? നീ ഡ്രൈവറാണെന്ന് പറഞ്ഞുവെങ്കിലും അവൾ നിന്നെ സ്നേഹിക്കുമായിരുന്നു. പക്ഷേ കള്ളത്തരം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. സുഭാഷിൻ്റെ ഈ വാക്കുകൾ സുധീഷിൻ്റെ കണ്ണ് തുറപ്പിച്ചു. താൻ ചെയ്ത തെറ്റ് അവൻ മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും നിധിയുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അതിനിടയിൽ അപ്രതീക്ഷിതമായി സുനന്ദ ഈ വീട്ടിലേക്ക് വന്നു. വിവാഹം മുടങ്ങിയതോടുകൂടി തന്നെ തകർന്നു പോയ അവൾ തൻ്റെ അമ്മയുടെ ഭീഷണികളെയെല്ലാം മറികടന്നുകൊണ്ടാണ് സുധീഷിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. സുനന്ദയുടെ വരവ് ആ വീട്ടിൽ പുതിയൊരു ഉണർവ് നൽകി. സുഭാഷിൻ്റെയും സുനന്ദയുടെയും വിവാഹം ലളിതമായി തന്നെ ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും ശേഷമായിരിക്കട്ടെ സുനന്ദയും സുഭാഷും ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തീരുമാനിക്കുകയാണ് നിധി. ആ സമയം സുധീഷ് അവളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. നിധി പ്ലീസ്, നീ ഇവിടെ നിന്നും പോവരുത്. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് കള്ളം പറയില്ല നിധി. ഞാനൊരു ടാക്സി ഡ്രൈവറായി തന്നെ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. സുധീഷിൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടുകൊണ്ടതിന് നിധിയുടെ മനസ്സ് പതിയെന്ന് അലിഞ്ഞു തുടങ്ങിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിധിയുടെ മനസ്സ് വല്ലാതെ സുധീഷിൻ്റെ അടുത്തേക്ക് ചായുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.